വിനോദ് മാത്യു, ആദ്യം അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ നേതാക്കൾക്കും അഗ്നിശുദ്ധി തെളിയിച്ച് പുറത്തു വരാറായിരിക്കുന്നു. കോടതി വിധിയെ എങ്ങനെ കാണുന്നു? ആദ്യ പ്രതികരണം. വളരെ ഇമോഷണലാണ്. കാരണം ഈ പാർട്ടി അഴിമതിക്കെതിരെ ഉരതിക്കുന്ന പാർട്ടിയാണ്. അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മപ്പെടുത്താൻ അഴിമതിക്കാരാന്ന് ചിത്രീകരിക്കുന്ന ഒരു കേസാണ്. തുടക്കം മുതൽ പറഞ്ഞു, എല്ലാവരും വേട്ടയാടി, എല്ലാവരും ഒറ്റപ്പെടുത്തി. പക്ഷേ ജുഡീഷ്യറിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പരമോന്നത കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. സിമ്പിൾ, അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞത്രേ ഉള്ളൂ, ഞങ്ങൾ ഇന്ത്യയിൽ കടന്നു വന്നത് അഴിമതി വിരുദ്ധ പാർട്ടിയാണെന്ന്. അപ്പം ഞങ്ങളെ അഴിമതിക്കാരായി ചിത്രീകരിച്ചാൽ ജനമനസ്സുകളിൽ നിന്ന് ഞങ്ങളെ തൂത്തെറിയാൻ പറ്റുമെന്ന വൃത്തികെട്ട രാഷ്ട്രീയം, സംഘപരിവാർ രാഷ്ട്രീയം, അതിന് സിസ്റ്റം, ഇഡിയും ഈ പറയുന്ന മുഴുവൻ സംവിധാനവും അതിന് വഴങ്ങി, ചില കോടതികളും വഴങ്ങി. പക്ഷേ ഇന്ത്യയിൽ എന്നും ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന, അതിനെ വിശ്വാസത്തോടെ ജനങ്ങൾക്ക് അതിനെ സമീപിക്കാൻ കഴിയുന്ന പരമോന്നത കോടതികൾ ഇതിനൊന്നും വഴങ്ങില്ല. അത് സത്യത്തിനൊപ്പമായിരിക്കും, അത് നീതിക്കൊപ്പമായിരിക്കും എന്ന് പറയുന്ന ആ അടിസ്ഥാന തത്വത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പൊരുതി. ജനങ്ങളുടെ മനസ്സിൽ ആ ആത്മീയമുണ്ട്. വളരെ ഇമോഷണലാണ്, സ്വാഭാവികം. താങ്ക് യു. പാർട്ടിയെ ഇല്ലാതാക്കാൻ ഒരു തരത്തിൽ ഈ കേസിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലടയ്ക്കുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ ജയിലടയ്ക്കാൻ കഴിഞ്ഞു. ആ രൂപത്തിലൊക്കെ ഈ കേസ് വളരെ വ്യത്യസ്തമായ കേസാണ്. ഇനി നിങ്ങൾക്ക് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരില്ലേ? കാരണം ആം ആദ്മി പാർട്ടി ഒരു ബദൽ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പാർട്ടിയാണ്. ബദലുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വ്യത്യാസങ്ങൾ പലർക്കുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്നു വന്ന പാർട്ടിയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി പൂർവാധികം ശക്തിയായി മുന്നോട്ട് വരാൻ സാധിക്കുമെന്നുള്ളതാണോ ഈ നിമിഷത്തിലെ ഒരു ആത്മവിശ്വാസം? തീർച്ചയായിട്ടും പൂർവാധികം, അതായത് ഞങ്ങൾ ഏത് ശക്തിയിലാണോ പോയത് അതിന്റെ ഇരട്ടി ശക്തിയിൽ ഞങ്ങൾ കടന്നു വരാൻ കഴിയുമെന്ന ആ ബേസിക് തത്വമല്ലേ ഇതിൽ വരിക. കാരണം കോടതി അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറയുന്നത്, അതായത് സ്വാഭാവികമായിട്ടും സംശയത്തിന് നിലനിൽക്കുമ്പോൾ ഒരുപാട് പേര് സംശയിക്കും, ഒരുപാട് നരേഷൻ, ഒരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമയ്ക്കപ്പെടുമ്പോൾ പലർക്കും സംശയിക്കും. പലരും നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്ന വാചകങ്ങളാണ്, നിങ്ങൾ അഴിമതിക്കാരായി വന്നു, അഴിമതി വിരുദ്ധരായിട്ട് വന്നു, അഴിമതിക്കുള്ളിൽ നിങ്ങൾ പെട്ടു എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് പോരാടി അതിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഭംഗിയുള്ള രാഷ്ട്രീയ മാത്രമല്ല സ്മൃതി. എനിക്കതിനകത്ത് വളരെ ഭംഗിയായി പറയാൻ കഴിയുന്ന, അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ഈ വിഷയത്തിൽ അദ്ദേഹം ജയിലിൽ പോയി കിടന്ന സമയത്ത് നമ്മൾ പോലും ഡിബേറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരിക്കൽ പോലും ഈ അറസ്റ്റിനെ പോലും അംഗീകരിച്ചിരുന്നില്ല. അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്ന ഹർജിയിലാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്. ചരിത്രത്തിൽ ആദ്യമല്ല ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ ജാമ്യ ഹർജി കോടതിയുടെ മുമ്പിൽ വേണം. പക്ഷെ അത്തരത്തിലൊരു ജാമ്യ ഹർജി ഇല്ലാതെ അറസ്റ്റിനെ ചലഞ്ച് ചെയ്ത പെറ്റീഷനകത്ത് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ല. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് PMLA ആക്ടിന്റെ നിയമം കരിനിയമമാണെന്ന ഹർജിക്കാരന്റെ വാദം അംഗീകരിച്ച് ഭരണഘടനാ ബെഞ്ചിന് ആ പെറ്റീഷൻ വിട്ട് അതിപ്പോഴും പെൻഡിംഗ് ആണ്. അപ്പം നമ്മൾ നോക്കൂ, ആ രാഷ്ട്രീയ പോരാട്ടം, ഞങ്ങളത് ഈ പോരാട്ടം നടത്തിയത് നമ്മുടെ ഡിബേറ്റിൽ തന്നെ ഞാൻ പറയും, ഈ പോരാട്ടം നടത്തിയത് ആം ആദ്മിക്ക് വേണ്ടിയിട്ടല്ല. ഒരു നിയമത്തെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരെ ഒന്നടങ്കം വേട്ടയാടാൻ കഴിയുന്ന നിയമത്തിൽ അമെൻമെന്റ് വേണം. ആ നിയമം തന്നെ കരിനിയമമാണെന്ന് പറയുന്ന ഒരു വലിയ ഒരു പോരാട്ടമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അതിപ്പോഴും ഭരണഘടനാ ബെഞ്ചിലാണ്. അതിലും ഞങ്ങൾ വിജയിക്കും. ഇത് ഞാൻ പറയും, ഇത് ഡൽഹിയിലെ ജനതയ്ക്ക് സമർപ്പിക്കുകയാണ്. കാരണം ഞങ്ങളെ അഴിമതിക്കാരെ ചിത്രീകരിച്ച് തൂത്തെറിയാനൊന്നും കഴിഞ്ഞില്ല. 22 സീറ്റുകൾ ഞങ്ങൾ നേടി. നിങ്ങൾ ആ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. 10-15 സീറ്റിൽ ഞങ്ങൾക്ക് 1000-ലും 2000-നും അധികം താഴെയാണ് ഞങ്ങളുടെ പരാജയം വന്നിട്ടുള്ളത്. ഇത്രയധികം വേട്ടയാടിയിട്ട് പോലും ജനങ്ങളുടെ മനസ്സിൽ ആം ആദ്മിയുണ്ട്. മാത്രമല്ല ഞങ്ങളെ തൂത്തെറിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ വന്നവർ അവിടുത്തെ മലിനീകരണ പ്രശ്നം അത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവിടുത്തെ കുടിവെള്ള പ്രശ്നം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സൗജന്യമായി കൊടുത്തത് എല്ലാം നിർത്തലാക്കില്ല. ജനങ്ങൾ ഒന്നടങ്കം ആം ആദ്മിക്കൊപ്പമാണ്. പക്ഷേ രാഷ്ട്രീയ പോരാട്ടത്തിൽ, ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പോരാട്ടത്തിൽ ഇലക്ഷനിൽ തോറ്റതുകൊണ്ട് ജനാധിപത്യത്തിൽ തോറ്റു എന്ന് അർത്ഥമൊന്നുമില്ലല്ലോ. അവിടെ ഇപ്പോഴും സജീവമായി. മാത്രമല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിക്ക് പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടി അതിനെ പടർത്തുകയാണ്. അതായത് ഗുജറാത്തിൽ അദ്ദേഹം കടന്നു ചെല്ലുന്നു. ഡൽഹിയിൽ സൗരഭ് ഭരദ്വാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പഞ്ചാബിലും ഗോവയിലും ഗുജറാത്തിലും കടന്നു പോകുന്നു. സ്വാഭാവികമായും ഇന്ത്യയിൽ അതിവേഗം വളർന്ന പാർട്ടി എന്ന നിലയിൽ ഈ കോടതി വിധി പാർട്ടിയെ ബഹുദൂരം മുമ്പിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ശരി, എല്ലാ ആശംസകളും വിനോദ് മാത്യു വിൽസൺ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു.